ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിച്ചിരി സങ്കടമാണ് എനിക്ക് തോന്നിയതെങ്കിലും എങ്കിൽ സന്തോഷമുള്ള കാര്യവുമാണ്. അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ആയതുകൊണ്ട് മാത്രം ഇതിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ആരുടെയും പക്കൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാനോ ഒന്നുമല്ല ഈ വീഡിയോ. ജസ്റ്റ് ഇതൊരു വീഡിയോ ആക്കാൻ പറ്റും എന്നും കൂടെ എനിക്ക് തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ ആക്കിയതാണ്. ഞാൻ ഇന്ന് സൺഡേ ആയിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഇടവകയിലുള്ള പള്ളിയിൽ പോയിരുന്നു. അതിനുശേഷം മോന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കൊട്ടിയത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ പോയതാണ്. മരുന്ന് വാങ്ങിയിട്ട് തിരികെ വീട്ടിലേക്ക് വരാമെന്നാണ് കരുതിയത്. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിന് തൊട്ടടുത്തായിട്ട് ഒരു പ്രാവും കുഞ്ഞാണോ ഒരു കാക്ക കുഞ്ഞാണോ എന്നറിയില്ല, ഇങ്ങനെ വയ്യാണ്ടിങ്ങനെ വയ്യാണ്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനെ വിട്ട് പോകാൻ തോന്നിയില്ല. എന്തോ നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്കല്ലേ മറ്റുള്ളവരുടെ ദുഃഖം അറിയാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് അതൊരു ചെറിയ ജീവിയാണെങ്കിലും എനിക്കതിനെ പെട്ടെന്ന് കെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലൗസൊക്കെ മേടിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു കവറും വാങ്ങിയിട്ട് പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് കരുതി. അങ്ങനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെല്ലാം ഞങ്ങൾ പോയി നോക്കി. പക്ഷേ അവിടെയെങ്ങും സൺഡേ ആയതിനാൽ ഡോക്ടേഴ്സ് നേരത്തെ പോയി. അങ്ങനെ ഒരു അവിടെ നിൽക്കുന്ന ഒരു മാഡം പറഞ്ഞു, കൊല്ലത്തൊരു ഹോസ്പിറ്റലിലുണ്ട്, 1 മണി വരെയും ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടത്തേക്ക് ഓട്ടോ എടുത്ത് പുറപ്പെട്ടു. കാരണം മഴയായതിനാൽ എൻ്റെ മോനെ നനയ്ക്കണ്ട എന്നുള്ളതിനാൽ ഞാൻ കൊല്ലം വരെ ഓട്ടോയിൽ തന്നെ പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടായിരുന്നു. തിരക്കുള്ള ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഇത് കിളിയും പ്രാവും ഒക്കെ ആയതുകൊണ്ട് സുഖപ്പെട്ടാൽ പറന്നങ്ങ് പോകുമല്ലോ എന്ന് കരുതി. ഒരു ചാൻസെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നു തിരികെ. പക്ഷെ അങ്ങനെ അല്ല. പക്ഷേ ഇത് ചിലർക്ക് കേൾക്കുമ്പോൾ തോന്നും, ഹാഹാ ഇതെന്താണ്, ഇത് വളരെ കോമഡി ആയിരിക്കുന്നല്ലോ എന്ന് തോന്നും. പക്ഷേ കോമഡി അല്ല, ഞങ്ങളുടെ ഭാഷയിൽ. അപ്പോൾ ഞാൻ അതിനെ സുഖപ്പെടുത്താൻ പലരും പറഞ്ഞു പക്ഷിപ്പനിയൊക്കെ ആയിരിക്കും കളഞ്ഞിട്ട് പോരാൻ. എനിക്ക് കളഞ്ഞിട്ട് പോരാൻ തോന്നിയതേയില്ല. അങ്ങനെ ഞാനിതിനെ പരിചരിക്കണമെന്ന് തന്നെ തോന്നി. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് തിരികെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ ഞങ്ങൾ ഇന്ന് തന്നെ മരുന്ന് കൊടുത്ത് ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ അങ്ങ് കൂട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ സുഖപ്പെടുമ്പോൾ അത് തനിയെ പറന്നു പോകുമല്ലോ. ചിലപ്പോൾ അവർ വളർത്തുമായിരിക്കും, എനിക്കറിയില്ല. എങ്കിലും എനിക്കതങ്ങ് കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. ഒരിച്ചിരി നിമിഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ മനസ്സും നിറഞ്ഞല്ലോ. എനിക്കത് മതി. ഒരു ചെറിയൊരു ജീവിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലും നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവരവിടെ ശുശ്രൂഷിച്ചോളാം എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ കണ്ണും നിറഞ്ഞതുപോലെ അതിൻ്റെ കണ്ണും നിറഞ്ഞു കാണും. കാരണം ഇവിടുന്ന് അങ്ങ് വരെ ഞാൻ അതിനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അതിനെ തലോടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ തിരികെ അവിടെ കൊണ്ടു ചെന്നപ്പോൾ അവർ തിരികെ കൊണ്ടുപോകാൻ പറയുമെന്ന് കരുതി അങ്ങനെ പറഞ്ഞിരുന്നാലും ഞാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ തിരികെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ പക്ഷിയായതിനാൽ സുഖപ്പെട്ടാൽ പറന്നു പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ അവർ പറഞ്ഞത് ഞങ്ങൾ അവിടെ നോക്കിക്കൊള്ളാമെന്നാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷെ അതിനെ ഒരിക്കൽ കൂടി ഞാനങ്ങ് തലോടിയിട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ മോനും വിഷമമായി, എനിക്കും വിഷമമായി. അതിനെ പിരിഞ്ഞു വരുന്നതിൽ അത് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്തോഷ മുഹൂർത്തം പക്ഷേ കുറച്ച് നേരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിലും അത് എൻ്റെ മനസ്സുകൊണ്ട് താങ്ക് യു പറയുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം അതിനൊരു പേര് കൂടെ ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു. കുറച്ച് നിമിഷമുള്ളെങ്കിലും നമ്മളൊരു വലിയൊരു നന്മ ഒരു ചെറിയ പ്രാണിക്ക് ചെയ്തു കൊടുത്തല്ലോ. അപ്പോൾ മനസ്സ് വളരെ സന്തോഷമായി. താങ്ക് യു.